ഈ സിൻടാക്സിൻ്റെ പേര് പോലെ തന്നെ ഒരു കണ്ടെയ്നറിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ചൈൽഡ് എലമെൻറ്റുകൾക്ക് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ കണ്ടെയ്നറിന് പ്രധാനമായിട്ടും രണ്ട് കീവേഡുകളാണുള്ളത്. ഒന്ന് കണ്ടെയ്നർ നെയിം, രണ്ട് കണ്ടെയ്നർ ടൈപ്പ്. ഇതിൽ കണ്ടെയ്നർ ടൈപ്പിൽ തന്നെ 3 വാല്യൂസ് ഉണ്ട്. അതിലൊന്ന് ഇൻലൈൻ സൈസ്, 2 സൈസ്, 3 സ്ക്രോൾ സ്റ്റേറ്റ്. ഇതിൽ സ്ക്രോൾ സ്റ്റേറ്റ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല, കാരണം അതിപ്പോഴും ഡെവലപ്മെൻറ്റ് ഫേസിൽ തന്നെയാണുള്ളത്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു HTML ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് സ്റ്റൈൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. 4 ബോക്സുകൾ ഗ്രിഡ് കൊടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കണ്ടെയ്നർ നമുക്ക് വേണം അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടെയ്നറായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ റാപ്പർ എന്ന് പറയുന്ന ക്ലാസ്സാണ്. മനസ്സിലാക്കാനായിട്ട് കുറച്ച് സ്പേസ് ഇടുക. നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടെയ്നറിന് 2 കീവേഡുകൾ നമ്മൾ കൊടുക്കണം. ഒന്നെന്താണ്? കണ്ടെയ്നർ നെയിം. നമുക്കിവിടെ എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ നമുക്ക് തൽക്കാലം ബോക്സസ് എന്ന് പറഞ്ഞ പേര് കൊടുക്കാം. ഇനി അടുത്ത കീവേഡ് എന്താണ്? കണ്ടെയ്നർ ടൈപ്പ്. ഇപ്പോൾ ഇവിടെ ടൈപ്പിൽ ഒന്ന് എന്താണ്? ഇൻലൈൻ സൈസ് ഉണ്ട്. 2 എന്താണുള്ളത്? 2 സൈസ് ഉണ്ട്. മൂന്നാമത്തത് സ്ക്രോൾ സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ ഈ സ്ക്രോൾ സ്റ്റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പറയുന്നില്ല, കാരണം അതിപ്പോഴും ഡെവലപ്മെൻറ്റ് സ്റ്റേറ്റിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ആദ്യം നമുക്ക് ഈ കണ്ടെയ്നർ നെയിമിനെ പറ്റി പറയുന്നില്ല, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് പുറകെ പറയാം. ഇവിടെ കണ്ടെയ്നർ ടൈപ്പിൽ ആദ്യത്തെ നമ്മുടെ വാല്യൂ ആയ ഇൻലൈൻ സൈസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കി വയ്ക്കുന്ന നമ്മുടെ കണ്ടെയ്നർ ഈ റാപ്പർ എന്ന് പറയുന്ന ക്ലാസ്സാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ബോക്സിന് ഒരു കളർ ചേഞ്ച് കൊണ്ടുവരികയാണ്. ഈ റാപ്പറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ ഈ കണ്ടെയ്നറായ റാപ്പറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ബോക്സിന് ഞാനൊരു കളർ ചേഞ്ച് വരുത്തി കാണിക്കുകയാണ്. അതിനായിട്ട് നമ്മുടെ സിൻടാക്സ് കൊണ്ടുവരിക. അറ്റ് കണ്ടെയ്നർ എന്ന് പറയുന്ന നമ്മുടെ സിൻടാക്സ് കൊണ്ടുവന്നു. എന്നിട്ട് ഇതിനൊരു ബ്രാക്കറ്റ് കൊടുത്തുകൊണ്ട് ഇവിടെയാണ് നമ്മൾ ആ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് ഇനിയിപ്പോൾ എഴുതുന്ന എല്ലാം ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ വരുന്ന ചൈൽഡുകളെ നമുക്ക് അതിന് ഏത് ചൈൽഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ഈ ബോക്സിന് ഞാൻ ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സിന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറ് റെഡിലേക്ക് മാറ്റുകയാണ്. പക്ഷേ നമുക്കിവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. കണ്ടീഷൻ എന്താണ്? വിഡ്ത്ത് എന്ന് പറയുന്നത് 800 പിക്സലിന് താഴെയാണെന്നുണ്ടെങ്കിൽ ആ ബോക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് റെഡായിട്ട് ചേഞ്ച് ചെയ്യണം. നമുക്ക് നോക്കാം. സേവ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്, കണ്ടോ? ഞാൻ ബ്രൗസർ വിഡ്ത്ത് കുറച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് 800ന് താഴേക്ക് വരുമ്പോൾ നമ്മൾ ആ ബോക്സിൻ്റെ കളേഴ്സ് എല്ലാം എന്തായി? റെഡായിട്ട് മാറി. ഇപ്പോൾ ഒരു ഡൗട്ട് വന്നവരുണ്ടാവും, കാരണം നമ്മൾ കണ്ടീഷൻ കൊടുത്തു വെച്ചത് ബ്രൗസർ വിഡ്ത്ത് 800ന് താഴെയാണെങ്കിൽ ആ ബോക്സിൻ്റെ കളറെല്ലാം റെഡിലേക്ക് ചേഞ്ച് ആണമെന്നാണ്. പക്ഷേ ഇവിടെ 874 ബ്രൗസർ വിഡ്ത്തിൽ ഇപ്പോഴും കിടക്കുകയാണ്. 800ന് താഴെ ആയിട്ടില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ കണ്ടെയ്നറിൻ്റെ വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ ബോഡിക്ക് ഞാനൊരു പാഡിങ് കൊടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം 30 പിക്സൽ പാഡിങ് ഞാനിവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കണ്ടെയ്നറിന് ഞാനൊരു പാഡിങ്, അതായത് നമ്മുടെ കണ്ടെയ്നറായിട്ടുള്ള റാപ്പറിന് ഞാനൊരു പാഡിങ് ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ആ റാപ്പറിൻ്റെ പാഡിങ് കഴിഞ്ഞ് വരുന്ന സൈസ് എന്താണോ, ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ, ബ്രൗസറിൽ നോക്കിയാൽ മനസ്സിലാകും, 754 ആ കണ്ടെയ്നറിൻ്റെ പാഡിങ് കഴിഞ്ഞിട്ടുള്ള വിഡ്ത്ത്. അപ്പോൾ ഇവിടെ എടുക്കുന്നത് അതിൻ്റെ പാഡിങ് കഴിഞ്ഞിട്ടുള്ള വിഡ്ത്ത് എന്താണോ അതാണ് ഇവിടെ കണ്ടെയ്നറിൻ്റെ കണ്ടീഷനായിട്ട് നമ്മൾ കൊടുത്തു വച്ചിരിക്കുന്ന 800 പിക്സൽ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കണ്ടെയ്നർ നെയിമാണ്. ഇവിടെ കണ്ടെയ്നർ നെയിമിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ റാപ്പർ തന്നെ ആ ഒരു സെക്ഷൻ തന്നെ കംപ്ലീറ്റ് ആയിട്ടൊരു കോപ്പി എടുക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 4 ബോക്സ് അടങ്ങിയ 2 റോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് കണ്ടെയ്നർ നെയിമിൻ്റെ പ്രസക്തി എന്താണെന്ന് പറയേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ റാപ്പറായിട്ട് എടുത്തിരിക്കുന്ന 2 റാപ്പർ ക്ലാസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാപ്പർ എന്ന് പറയുന്ന ഈ കണ്ടെയ്നറിന് കോമൺ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ റാപ്പറിനുള്ളിൽ വരുന്ന ഈ ബോക്സിന് കളർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ 2 റോയിലുമുള്ള ബോക്സസ് എല്ലാം കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനത് മനസ്സിലാക്കാനായിട്ട് ഞാനിവിടെ റാപ്പർ 1 എന്നും തൊട്ട് താഴത്തെ റാപ്പറിന് റാപ്പർ 2 എന്നും കൊടുക്കുകയാണ്. എന്നിട്ട് ഈ റാപ്പർ 1ന് ഇവിടെ വന്നുകൊണ്ട് കണ്ടെയ്നർ നെയിം എന്ന് കൊടുത്തുകൊണ്ട്
ഞാനിവിടെ തൽക്കാലം ബോക്സസ് എന്ന് കൊടുക്കുകയാണ്, പേര് കൊടുത്തു. അപ്പോൾ റാപ്പർ 1 മാത്രമാണ് നമ്മൾ കൊടുത്തിട്ട് ഉള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തതിന് പ്രകാരം റാപ്പർ എന്ന് പറയുന്ന കോമൺ ആയിട്ട് കണ്ടെയ്നർ കൊടുത്തുകൊണ്ട് എല്ലാത്തിനും വരും, എല്ലാ ബോക്സസിനും വരും. പക്ഷേ ഇവിടെ ഞാൻ റാപ്പർ 1 എന്ന് പേര് കൊടുത്തു, ഇവിടെ റാപ്പർ 2 എന്ന് പേര് കൊടുത്തിട്ട് റാപ്പർ 1 മാത്രം കണ്ടെയ്നർ നെയിം ബോക്സസ് എന്ന് കൊടുത്തു. എന്നിട്ട് ആ പേര് കോപ്പി ചെയ്തെടുത്തുകൊണ്ട് ഇവിടേക്ക് വന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാത്രമേ ചേഞ്ചസ് സംഭവിക്കുകയുള്ളൂ. അതായത് റാപ്പർ 1 എന്ന് പറയുന്ന, നേരത്തെ റാപ്പർ 1 എന്ന് പറയുന്ന സംഗതി ഇവിടെ ഇല്ല, റാപ്പർ 2 എന്ന് പറയുന്നതും ഇവിടെ ഇല്ല, നമുക്ക് കോമൺ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഞാൻ അതിന് റാപ്പർ 1 റാപ്പർ 2 കൊടുത്തു, എന്നിട്ട് റാപ്പർ 1 മാത്രം കണ്ടെയ്നർ നെയിം ബോക്സസ് എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കാരണം ചില കണ്ടീഷനിൽ നമുക്ക് ചില വെബ്സൈറ്റിലേക്ക് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് സെയിം വിഡ്ജറ്റുകൾ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് പല സ്ഥലത്തും കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സ്ഥലത്താണ് ചില വിഡ്ജറ്റിന് മാത്രമായിട്ട് ചില വിഡ്ത്ത് അല്ലെങ്കിൽ ചില കണ്ടീഷനിൽ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ കണ്ടെയ്നർ നെയിം എന്ന് പറയുന്ന ഈ വാല്യൂവിൻ്റെ പ്രസക്തി ഇവിടെ ഉള്ളത്. ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളൊരു കാര്യം ഞാനിവിടെ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ നെയിം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വർക്കാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിവിടെ പേര് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കൊടുത്ത് സേവ് ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്ത ആ കാര്യങ്ങളൊക്കെ ഇവിടെ വർക്കാവുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ വിഡ്ത്ത് വെച്ചിട്ടാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനകത്ത് ഹൈറ്റ് വെച്ചിട്ട് വർക്കാവുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു HTML ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് സ്റ്റൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു റാപ്പർ ക്ലാസ്സും അതിൻ്റെ മിഡിലേക്ക് ഒരു ബോക്സും ഞാൻ റെഡ് കളർ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഇതാണ് നമ്മുടെ കണ്ടെയ്നറായിട്ട് വരുന്ന ഈ ക്ലാസ്, റാപ്പർ എന്ന് പറയുന്ന ഈ ക്ലാസ്സാണ്. അപ്പോൾ അതിനായിട്ട് പ്രോപ്പർട്ടീസ് കൊടുക്കണം. എന്തൊക്കെയാണ്? ഒന്ന് കണ്ടെയ്നർ നെയിം, കണ്ടെയ്നർ എന്ന് തന്നെ നമുക്ക് കൊടുക്കാം. ഇനി അടുത്ത എന്താണ്? കണ്ടെയ്നർ ടൈപ്പ് നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻലൈൻ സൈസ് തന്നെയാണ്. എന്നിട്ട് നമുക്ക് സിൻടാക്സിലേക്ക് വരാം. @container ഇവിടെയാണ് നമ്മൾ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കേണ്ടത്. നമുക്ക് എന്താണ് കണ്ടീഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു വിഡ്ത്ത് അല്ല നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഹൈറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഹൈറ്റ് <500 പിക്സലിന് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതിനകത്തുള്ള നമ്മുടെ കണ്ടെയ്നറിനകത്തുള്ള ഈ കളർ ബോക്സിൻ്റെ കളറ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് കളറ് ചേഞ്ച് ചെയ്തിട്ട്, ഇപ്പോൾ ഇവിടെ ഉള്ളത് റെഡാണ്, നമുക്കത് ബ്ലാക്കിലേക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ 500 ഹൈറ്റാണ്, വിഡ്ത്തല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈറ്റ് ഞാൻ 500 പിക്സലിന് താഴേക്ക് ഓൾറെഡി കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ ഒന്ന് ചേഞ്ച് വരുത്താം. 500 അല്ല, നമുക്കൊരു 800 ആക്കാം. കാരണം ബോക്സിന് ഓൾറെഡി ഹൈറ്റ് 300 പിക്സൽ തന്നെ ഉണ്ട്. അപ്പോൾ 800 പിക്സലിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത് ചേഞ്ച് ആകുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ടെയ്നർ ടൈപ്പ് യൂസ് ചെയ്യുന്നത് ഇൻലൈൻ സൈസാണ്. നമുക്ക് ശരിക്കും ഇൻലൈൻ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വിഡ്ത്ത് മാത്രമേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻലൈൻ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ വിഡ്ത്ത് മാത്രമേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻലൈൻ മാറ്റിയിട്ട് സൈസ് മാത്രമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് രണ്ടും പ്രൊവൈഡ് ചെയ്യും. രണ്ട് വാല്യൂ നമുക്ക് എടുക്കാം, വിഡ്ത്തും എടുക്കാം, ഒപ്പം തന്നെ ഹൈറ്റും എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കിവിടെ ബ്രൗസറിൽ വന്ന് നോക്കാം. ഓൾറെഡി ചേഞ്ചായി. ഹൈറ്റ് ഞാൻ 200-ന് താഴേക്ക് കൊണ്ടുവന്നപ്പോൾ അത് റെഡിൽ നിന്ന് നേരത്തെ റെഡായിരുന്നു, ഇപ്പോൾ അത് ബ്ലാക്കിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ള മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കണ്ടീഷൻ ടൈപ്പുകളാണ്. 2 കണ്ടീഷൻ ടൈപ്പുകളാണുള്ളത്. ഒന്ന് ഓർ അല്ലെങ്കിൽ ആൻഡ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം HTML-ഉം സ്റ്റൈലുമാണ് എടുത്തിട്ടുള്ളത്. ഒരു റെഡ് കളർ ബോക്സ് മിഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റാപ്പറാണ് നമ്മുടെ ഇവിടുത്തെ കണ്ടെയ്നർ. അതെടുക്കുക. അതിനുശേഷം 2 കാര്യങ്ങൾ നമ്മളവിടെ കൊടുക്കുക. ഒന്ന് എന്താണ്? കണ്ടെയ്നർ നെയിം കൊടുക്കുക, ബോക്സസ് ഒന്ന് കൊടുക്കുക. രണ്ടാമത്തതിന് ശേഷം എന്താണ്? കണ്ടെയ്നർ ടൈപ്പ് നമ്മളവിടെ നേരത്തെ പറഞ്ഞു ഇൻലൈൻ സൈസും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സൈസ് എടുക്കാം. അതാകുമ്പോൾ വിഡ്ത്തും ഹൈറ്റും ഒക്കെ കിട്ടും. ഇനി നമുക്ക് സിൻടാക്സിലേക്ക് വന്നുകൊണ്ട് @container നമ്മളിവിടെ കണ്ടീഷൻ എഴുതാനുള്ള ബ്രാക്കറ്റ് ഇട്ടു. അതിനുശേഷം നമുക്കിവിടെ കളർ ബോക്സ് ഇപ്പോൾ റെഡിലാണുള്ളത്. നമുക്കതിനെ ചേഞ്ച് ചെയ്ത്
ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലാക്കിലേക്ക് നമ്മളതിനെ കൊടുക്കുകയാണ്. ഇനി ഇവിടേക്കാണ് നമ്മൾ വരുന്നത്. കണ്ടീഷൻ ടൈപ്പ് നമ്മൾ പറഞ്ഞു ഓറും ഉണ്ട് ആൻഡും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം വിഡ്ത്ത് <800 പിക്സലിൽ താഴെ ഓർ ഇട്ടിട്ട് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഹൈറ്റ് 800 പിക്സലിന് ഹൈറ്റ് 800 പിക്സലിന് താഴെ. ഈ രണ്ട് കണ്ടീഷൻ, ഒന്നില്ലെങ്കിൽ വിഡ്ത്ത് 800 പിക്സലിന് താഴെ വരണം, അല്ലെങ്കിൽ ഹൈറ്റ് 800 പിക്സലിന് താഴെ വരണം. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ അത് കളറ് റെഡിലേക്ക് പോകും. കണ്ടോ, ഇപ്പോൾ ഹൈറ്റ് 800 പിക്സലിന് താഴെയാകുമ്പോൾ ബ്ലാക്കായി. അതുപോലെ തന്നെ ഇനി ഹൈറ്റ് ഇങ്ങനെ 800 പിക്സലിന് മുകളിലായിട്ട് തന്നെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. ഞാൻ വിഡ്ത്ത് കുറയ്ക്കുകയാണ്. കണ്ടോ, വിഡ്ത്ത് 800 പിക്സലിന് താഴെയാകുമ്പോൾ ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം വർക്കൗട്ട് വർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ ബോക്സിൻ്റെ കളറ് മാറി ബ്ലാക്കിലേക്ക് ചേഞ്ച് ആകും. അപ്പോൾ ഇതാണ് ഓർ. ഇനി അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് ആൻഡ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആൻഡ് ഇടുമ്പോൾ, നമുക്ക് ജാവാസ്ക്രിപ്റ്റ് പഠിച്ചവർക്കെല്ലാം അറിയാം, ആൻഡ് ഇടുമ്പോൾ എന്താണ്, ഈ രണ്ട് കണ്ടീഷനും വർക്കാകണം എങ്കിൽ മാത്രമേ ഈ കളർ ബോക്സ് ബാക്ക്ഗ്രൗണ്ട് കളറ് ചേഞ്ച് ആവുകയുള്ളൂ. നോക്കാം. ഇപ്പോൾ ഇവിടെ 800 പിക്സലിന് താഴേക്ക് വന്നു. ഇവിടെ ഉണ്ടോ, ഇവിടെ ഞാൻ ഇത് ഹൈറ്റ് 800 പിക്സലിന് താഴേക്ക് വന്നു, പക്ഷേ വിഡ്ത്ത് 800 പിക്സലിന്. ഈ രണ്ട് കണ്ടീഷനും വർക്കായാൽ മാത്രമേ ഇവിടെ ആൻഡ് വർക്കാവുകയുള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് അതിൻ്റെ അകത്തേക്ക് പല രീതിയിലുള്ള കാൽക്ക് ഫംഗ്ഷനും മറ്റ് കാര്യങ്ങളും ക്ലാമ്പും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്, പല മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റൈൽ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.